ഹായ് കൂട്ടുകാരെ, ഇന്നൊരു സൺഡേ ആയിട്ട് ഞങ്ങൾ വെളിയിൽ ഒന്ന് ചുമ്മാ കറങ്ങാനിറങ്ങിയതാണേ. ഈ വണ്ടി നേരെ പോകുന്നത് ദുബായിലെ ദുബായ് പാർക്കിലോട്ടാണ് പോകുന്നത്. അവിടെ എന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് റിവർ ലാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ദുബായ് പാർക്കിലോട്ട് വന്നത്. അവിടെ റിവർ ലാൻഡ് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ റിവർ ലാൻഡിലേക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അവിടെ പാർക്ക്, തീം പാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇതിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതേ ഈ കാണുന്നതാണ് റിവർ ലാൻഡിൻ്റെ കവാടം എന്ന് പറയുന്നത്. സൈഡിൽ കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന റെസ്റ്റിംഗ് ഏരിയയാണ്. നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാം. ആരെങ്കിലും കുറച്ച് പേര് പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്താൽ മതി. ഇപ്പം അവിടെ സമ്മർ ഓഫേഴ്സൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള പോസ്റ്റേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൻ്റെ അകത്ത് കയറി കൗണ്ടറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയാണ് ഓരോന്ന് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ കവാടത്തിൻ്റെ അകത്തോട്ട് കയറി നേരെ നടന്ന് ഞങ്ങൾ റിവർ ലാൻഡിലോട്ടാണ് കയറിയേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ ലാൻഡ് അല്ലെങ്കിൽ ഏതൊക്കെ വേൾഡ് എന്തൊക്കെ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാൻ. ഞങ്ങൾ പക്ഷേ റിവർ ലാൻഡിൽ മാത്രമേ ഇന്ന് പോകുന്നുള്ളൂ. കാരണം സമയപരിധി ഞങ്ങൾ വന്നത് തന്നെ ഒരു വൈകുന്നേരം ഒരു 3-4 അടുപ്പിച്ചായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ റിവർ ലാൻഡ് തന്നെ കവർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡാവും. ആ ഒരു ഇതിൽ കണ്ട് ഞങ്ങൾ റിവർ ലാൻഡ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കുന്നു. നല്ല സുന്ദരമായിട്ടുള്ള വ്യൂ അല്ലേ. റിവറിന് ചുറ്റും അക്കരെ 2 കരകൾ, അതിന് ചുറ്റും കുറേ ബിൽഡിങ്സും കാര്യങ്ങളും, നല്ല സൂപ്പർ വ്യൂസാണല്ലേ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഞങ്ങളും കുറേ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യത്തിനേറെ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. നമുക്ക് ഈ നടക്കുമ്പോൾ തന്നെ ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇത് സൈഡിൽ കുറേ കടകളും അതുപോലെ തന്നെ ഇത് ലഗോൺ ലാൻഡുണ്ട്. അങ്ങനെ കുറേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ തീം പാർക്കിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ നമുക്ക് ബോർഡുകൾ കാണാൻ പറ്റും. ഗ്രീനേഴ്സ് ഉണ്ട്, ട്രീസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ട്രക്കുകളെല്ലാം ലൈറ്റ് ഓൺ ആവുന്നത് ഈവനിങ് ഒരു 7:30 ഒക്കെ അടുപ്പിച്ചിട്ടാണ്. ഈ കാണുന്നത് ലൈറ്റ് മരമാണ്. ഇത് ഈവനിങ് ആകുമ്പോഴത്തേക്കും, അതൊരു നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ലൈറ്റ് മരം. അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ലോണിൽ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്കവിടെ പേയ്മെൻറ്റ് ഉണ്ട്. എത്രയോ ദർഹമാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മണിക്കൂറിന് എത്രയോ ദർഹം എന്നുള്ള രീതിയിലാണ് അവരവിടെ ഇത് ചെയ്തേക്കുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും വേറൊരു ലോകത്തെത്തിപ്പെട്ട ഒരു ഫീലാണ്. ഒരു ബ്രിഡ്ജും സ്റ്റെപ്പും ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കുമാണ് ഞങ്ങളൊരു ഫ്രഞ്ച് ഒരു വില്ലേജ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വില്ലേജിലോട്ട് ഞങ്ങൾ കയറിയതുപോലെ ഫീല്. ഇത് ആ റിവർ, നമ്മൾ നേരത്തെ കണ്ട റിവറിൻ്റെ ബാക്കി കണ്ടിന്യൂറ്റിയാണ്. അത് 2 കരകളിലും നമുക്ക് പഴയ കാലത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈൻസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വഴിയോര കടകളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഐസ്ക്രീം, വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വെള്ളമോ ഐസ്ക്രീമും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് പറയാനേ പറ്റുന്നില്ല. സഹിക്കാൻ വയ്യ. ഞങ്ങൾ ഈ നടക്കുന്നെങ്കിലും ഞങ്ങൾ നല്ല വീർത്ത് ചൂട് ആവിയൊക്കെ കൊണ്ടിട്ടാണ് നടക്കുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ വന്നത് വേർത്തായി ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്നതിൻ്റെ മക്ഡൊണാൾഡ്സിനകത്തോട്ട് കയറി. വാവ്, എന്ത് തണുപ്പാണ്. ഒന്ന് കൂൾ ഡൗൺ ആയി ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇത് പണ്ടത്തെ അവരുടെ പീരങ്കിയും കാര്യങ്ങളും പഴയ മാർക്കറ്റിൻ്റെയൊക്കെ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പണ്ടത്തെ ജയിലിലുള്ള ആൾക്കാരെയൊക്കെ ഇടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയൊക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന രീതിയിൽ കവാടങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറേ ഷോപ്പുകളും അതുപോലെ തന്നെ ബ്രിഡ്ജ് ഒക്കെ
കാണാൻ പറ്റുന്നുണ്ട്. ദേ അവിടെ കണ്ട ഒരു വലിയ ബ്രിഡ്ജ് മേളിൽ കൂടെ കാണുന്നത്. ഞങ്ങൾ അതിനെ ലക്ഷ്യമാക്കിയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ പോകുന്നത്. സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ഒരു ബ്രിഡ്ജിൻ്റെ മേളിലെത്തി. നോക്കണേ, എന്നാ നല്ല വ്യൂ ആണ്. ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂവും അടിപൊളി വ്യൂവിന് അടിപൊളി ഫോട്ടോസ് നമുക്കിവിടെ നിന്ന് കിട്ടും. ബോഗൺവില്ലയും സൈഡിൽ റിവറും ആ ഒരു റിവർ ലാൻഡിൻ്റെ ഓവറോൾ വ്യൂ നമുക്ക് അതിൻ്റെ സെൻറ്ററിലോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ കുറേ മോഡൽസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേൾഡ് വണ്ടേഴ്സ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇതൊരു വ്യൂ ആണ് എൻ്റെ മേലിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ റിവർ ലാൻഡ് ഇറങ്ങുകയാണ് ഗൈസ്. ഹോപ്പ് യു എൻജോയ് ഇറ്റ്.